ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചർച്ചാ വിഷയം തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുതന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഒരുപാട് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങോട്ട് പൈസ വാരുകയാണ് എന്നുള്ളൊരു ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, എന്നാലും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഈ സമ്പാദ്യം മൊത്തം ഉണ്ടാകുന്നത്. ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ കുറേ പൈസ കിട്ടും, ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് എന്നുള്ള ധാരണയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, യൂട്യൂബ് ചാനലിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഇത് ഞങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ വന്നതിൻ്റെ പേരിലാണ്, വാട്സപ്പിലേക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വിചാരിച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ലക്ഷപ്രഭു ആണ് എന്നുള്ള ഒരു വിചാരമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ചിലപ്പോൾ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് അറിയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള കഷ്ടപ്പാട് എന്തെല്ലാമാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 1000 സബും 4000 വാച്ച് അവറും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ക്രിയേറ്റേഴ്സിന് അറിയാൻ സാധിക്കും. അപ്പോൾ ക്രിയേറ്റേഴ്സായ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇത്. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഈ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഒരുപാട് ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോ, അതേപോലെ പൈസ മുടക്കി ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ ഇവർ മുടക്കുന്ന പൈസ പോലും ചില മാസങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ നിന്ന് വരുമാനം വരികയില്ല. വന്നാൽ തന്നെ ആ വരുമാനം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ അത്ര പോലും വരില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ 1000 വ്യൂസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കയറുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് 67K മുകളിൽ വ്യൂസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട് 6000 ചില്ലറ മണിക്കൂർ വാച്ച് അവറും ഉണ്ട് ഈ വീഡിയോയ്ക്ക്. ഇതിൻ്റെ റവന്യൂ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് എന്ത് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എന്നുള്ള ഇവർക്കുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയാണ് ഇതിൻ്റെ റവന്യൂ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും വ്യൂസോ അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ വാച്ച് അവറും ഉണ്ടാക്കിയിട്ടും അവർക്ക് ആ ചെലവാക്കുന്ന പൈസ പോലും ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇട്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾ നല്ലൊരു പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ഈ പലതരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടതുകൊണ്ട്
നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് ചാനലിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. അതിന് മാത്രം മില്യൺസ് വ്യൂസുകൾ കയറിയാൽ മാത്രമേ ലക്ഷങ്ങൾ ഒരു ആവറേജ് പൈസയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മില്യൺസ് വ്യൂസുകൾ കയറുന്ന ചാനലുകൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ വിരലിൽ നിന്നാവുന്ന ക്രിയേറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടുന്നത് കൊണ്ട് അത് എല്ലാവർക്കും അതേപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. അത് ഒരു തെറ്റായ ധാരണയാണ്. ആ ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം മെസ്സേജ് അയച്ചവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വാരുകയാണ് എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സും ഇത് കാണുന്നുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്കും ഇതേപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങളാണ് വരുമാനം കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ധാരണയൊക്കെ തിരുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി വരുന്നത് വരെ ജയ് ഹിന്ദ്.